ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ്. ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും അവിലും ഒക്കെ വെച്ചുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലഡുവാണ് ഇത്. സാധാരണ അവിലുണ്ടയിൽ നിന്ന് വ്യത്യസ്തമായ ഇതിൽ നമ്മൾ അയൺ വിറ്റാമിൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ചേർക്കുന്നുണ്ട്. ഒരു തുള്ളി പഞ്ചസാര പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അവലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കുത്തരിയുടെ അവലുണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. അതാവുമ്പം കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും വെള്ള അവലിനെ കാട്ടിയും. പിന്നെ വേണ്ടത് ക്യാരറ്റ്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അവലും. പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ് വേണ്ടത്. അത് ഇതുപോലെ ഒന്ന് പാനിയാക്കി എടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങ ആണ് വേണ്ടത്. തേങ്ങ ആവശ്യാനുസരണം ചേർക്കാം. ഞാനിപ്പോൾ ഒരു കപ്പളവിനാണ് തേങ്ങ എടുത്തേക്കുന്നത്. ഇത് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാവേ. ഇതൊന്ന് നമുക്കിനി അവലൊന്ന് വറുത്തെടുക്കണം. അവലൊരു 300 ഗ്രാമോളം അവലെടുത്തിട്ടുണ്ട്. എണ്ണയോ ഒന്നും ചേർക്കാതെ വേണം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു മണം വരുന്നത് വരെയും നമ്മൾ അവൽ നല്ലതുപോലെ നമ്മളൊന്ന് വറുത്തെടുക്കണേ. ക്രിസ്പി ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ അവൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് തന്നെ വരും. അവലിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പണ്ട് കാലം തൊട്ടേ നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ അവൽ. അവലൊരു വെറുമൊരു പലഹാരമല്ല, അതിനപ്പുറം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ അവൽ. അവലിൽ നല്ല അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷീണമൊക്കെ മാറി പെട്ടെന്ന് ശരീരത്തിന് എനർജി കിട്ടാൻ അവൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റാണ്. കലോറി വളരെ കുറവായതിനാൽ നാരുകൾ, ഫൈബർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് ധൈര്യമായി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. അവലൊന്ന് റോസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതേ പാനിൽ തന്നെ ഞാനൊരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള നമ്മൾ എടുക്കുന്ന അവലിന് കണക്കാക്കി എടുത്താൽ മതി. ഞാനൊരു 300 ഗ്രാം അളവിലുള്ള ഒരു അവലാണ് എടുത്തേക്കുന്നത്. അതിന് കണക്കാക്കി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റും ഒരു ചെറിയ ബീട്രൂട്ടും ചെറിയൊരു ആപ്പിളും ഈ ഒരു കണക്കിലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു അവലുണ്ടെങ്കിൽ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ചേർക്കുന്നത് കൊണ്ട് ഹീമോഗ്ലോബിൻ കൂടാനും കാഴ്ചശക്തിക്കും ചർമ്മത്തിൻ്റെ ഭംഗിക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ആപ്പിളും ചേർക്കുന്നുണ്ട്. ആപ്പിൾ നല്ലൊരു നാച്ചുറലായിട്ടൊരു മധുരം നൽകുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻസും നൽകുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ നമുക്ക് ആ നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കണം. നമ്മൾ ആ ഒരു ബീട്രൂട്ടിലെയും ആപ്പിളിലെയും ക്യാരറ്റിലേക്ക് ആ ഒരു ഈർപ്പം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മളൊന്ന് നെയ്യിൽ വഴറ്റിയ പലഹാരത്തിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് തിരിച്ചറിയത്ത് പോലും ഇല്ലേ. ഒപ്പം നല്ല ഹെൽത്തിയുമാണ്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നെയ്യിൽ വഴറ്റി എടുക്കണമേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒരു ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും എല്ലാം ഈ തേങ്ങയിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു ലഡുവിൽ നമ്മൾ അവലെടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മട്ട അരിയുടെ അവലായിരിക്കും. ആ ഒരു അവലിൽ നല്ല രീതിയിൽ അയൺ, വിറ്റാമിൻ ബി ഒക്കെ വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് രക്തക്കുറവുള്ളവർക്കും വിളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഇത് നല്ലതാണ്. മാത്രമല്ല കുട്ടികളുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് ആരോഗ്യപരമായ കാൽസ്യവും ഇതിലുണ്ട്. നമ്മളിതിൽ വെജിറ്റബിൾസും തേങ്ങയും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ഗുണം ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. 1 മിനിറ്റ് ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവേ. മധുരത്തിനായിട്ടാണ് നമ്മളിവിടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഹെൽത്തിയാണ്. ശർക്കരയിൽ അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ശർക്കര വളരെ നല്ലതാണ്. ഒപ്പോൾ അവലിൻ്റെ മറ്റൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നാച്ചുറലായിട്ടുള്ള പ്രോബയോട്ടിക് ആണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് വറ്റി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അവൽ വറുത്ത് വെച്ചൊന്ന് പൊടിച്ചെടുക്കണവേ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ.
ഇവിടെ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണേ, മിക്സിയിൽ ഒരുപാട് നേരം ഇട്ട് നമ്മളത് കറക്കി നല്ല ഫൈൻ പൗഡറാക്കി മാറ്റരുതേ. മിക്സിയുടെ പൾസ് മോഡിലിട്ട് വേണം ഒന്നോ രണ്ടോ വട്ടം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രമേ എടുക്കാവുള്ളേ. നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നമുക്ക് പൊടിഞ്ഞ് കിട്ടുവേ. ഈ ഒരു അളവിൽ വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് തിളച്ച് വറ്റിയ ശർക്കരക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ശർക്കരക്കൂട്ട് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അവൽ ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ അവൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കാനായിട്ട്. നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ച് കൊടുക്കണേ. ശർക്കരപ്പാനി മുഴുവനായിട്ട് ഈ അവൽ വലിച്ചെടുക്കുവേ. അഥവാ നമുക്ക് കുറച്ചൊരു വെള്ളമായിട്ട് തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ ഈ അവൽ നല്ല രീതിയിൽ തന്നെ ഈ ശർക്കര വലിച്ചെടുക്കുവേ. അന്നേരം നല്ല രീതിയിൽ തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ച് ഇട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് ഇത്. ഇതിൽ നമ്മൾ ഒട്ടും എണ്ണ ചേരുന്നില്ല, നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് ഈ ഒരു ലഡു നല്ലതാണ്. പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ പലഹാരത്തിൽ ചേർത്ത് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി കഴിച്ചാൽ അവർക്ക് നല്ലതാണ്, അവർ കഴിക്കുകയും ചെയ്യുവേ. സാധാരണ നമ്മൾ അവലുണ്ട ഉണ്ടാക്കാറുണ്ട്. അതിൽ അവലും തേങ്ങയും ശർക്കരയും മാത്രമായിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് നമ്മൾ ക്യാരറ്റോ ബീട്രൂട്ടോ ആപ്പിളോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ല. അന്നേരം ഈ ഒരു ലഡുവിൽ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ചേർക്കുമ്പോൾ കുറേ കൂടി ഹെൽത്തി ആയിരിക്കും. ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കും നമുക്ക് ഈ ഒരു പലഹാരം കൊടുക്കാൻ നല്ലതാണ്, അവർ കഴിക്കുകയും ചെയ്യും. ഈ ഒരു പാകത്തിന് വേണേൽ നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ വിചാരിക്കും ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയി കാണുമോ, ഇല്ല. നമ്മളിതൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് അവിലായതുകൊണ്ട് ഒന്ന് മുറുക്കുവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി അളവിൽ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പലഹാരങ്ങളിൽ എള്ള് ചേർക്കാറുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയാറില്ലേ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ കാൽസ്യം ഈ എള്ളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് വളരെ നല്ലതാണ്. ശരീരത്തിന് ആവശ്യമായ നല്ല കൊഴുപ്പും പ്രോട്ടീനും ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മളത് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചൂടിൽ തന്നെ വേണം നമ്മളിതൊന്ന് ചെറിയൊരു ബോളായിട്ട് പിടിച്ചെടുക്കാൻ. ചെറിയൊരു ലഡുവിൻ്റെ വലുപ്പത്തിൽ നമ്മളിത് ഉരുട്ടിയെടുക്കണവേ. ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മളിത് ഉരുട്ടിയാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ഈ ബോൾ കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ നല്ല ആ ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെ ഇരിക്കുകയും ചെയ്യും, പൊട്ടിപ്പോത്തുമില്ലേ. കയ്യിലൊട്ടും ഒട്ടത്തുമില്ലേ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കുവേ. അവലായതുകൊണ്ട് തന്നെ ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി പോകുവേ. അന്നേരം നമ്മളിപ്പം ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോയാലും കുഴപ്പമില്ല. അവലായതുകൊണ്ട് അതെല്ലാം അങ്ങ് വലിച്ചെടുക്കും. ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ വേണം പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കൈവശം കറുത്ത എള്ളല്ല വെളുത്ത എള്ള ഉള്ളെങ്കിൽ ഏതായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെറുതെ വെജിറ്റബിൾസ് മാത്രം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ അവലും എള്ളും ഒക്കെ ചേർത്ത് ഈ ഒരു ലഡു ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഒന്നിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചൂടുള്ളപ്പം തന്നെ നമുക്കിത് ലഡുവിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാവേ. ഒരുപാട് ചൂടാറിപ്പോയാൽ ശർക്കര കട്ടിയായിട്ട് അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കേ. കയ്യിൽ ഒട്ടും ഒട്ടുകയില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റുമേ. നമ്മളിതിൽ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു സ്നാക്കാണിത്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന മധുര പലഹാരങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ ഒരു അവൽ ലഡു നമ്മളിപ്പോൾ നെയ്യിലൊക്കെ വഴറ്റി ശർക്കരപ്പാനിയിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ ഒരു 3-4 ദിവസം വരെ ഇത് കേടുകൂടാതിരിക്കുകയെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബീട്രൂട്ട് ക്യാരറ്റ് അവലുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല സൂപ്പറാണ്. കളറും എന്ത് ഭംഗിയായാലേ കാണാൻ. ഒട്ടും ആർട്ടിഫിഷ്യൽ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ലേ, പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് എല്ലാവർക്കും കൊടുക്കാവേ. നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുവേ. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകുവേ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഹെൽത്തി വെറൈറ്റി റെസിപ്പിയായി ഇനി നമുക്ക് ഇനിയും കാണാം.